ലൈംഗിക അതിക്രമ കേസിൽ അഡ്വക്കേറ്റ് BA ആളൂരിന്റെ മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. ആളൂരിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പരാതിക്കാരി ഹൈക്കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി തോമസ് ചേരുകയാണ്. എബി, ഏത് സാഹചര്യത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞത്? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അതിജീവതയുടെ പരാതിക്കാരിയുടെ കൂടുതൽ പ്രയറുകൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിൻസാദ് ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താത്തതിനാൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പരാതിക്കാരി ഈ ചില കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് BA ആളൂരിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം പരാതിക്കാരി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അത് തന്നെ കോടതിയിൽ ഇന്ന് ആവർത്തിക്കുന്ന ഒരു നിലയുണ്ടായി. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിനെ സമീപിക്കാൻ കോടതി ഇവരെ പറഞ്ഞപ്പോൾ ഈ നിലയ്ക്കുള്ള പ്രതികരണം ഇപ്പോൾ കോടതി അങ്ങനെയാണ് പറഞ്ഞത്. പോലീസിനെ സമീപിക്കുക അങ്ങനെ. പക്ഷേ ആ പോലീസും വേണ്ട രീതിയിലുള്ള നടപടികളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് പരാതിക്കാരി ആരോപിച്ചു. ഉടനെ കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായത് അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി സമീപിക്കാൻ ഒരു നിർദ്ദേശമാണ് പരാതിക്കാരുടെ കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും ആളൂരിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് ജംഷാദ്. ശരി, എബി തോമസ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.